ഏതൊരു ചെടി എടുത്താലും അതിനകത്ത് ലക്ഷക്കണക്കിന് ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്, ഈ ചെടികളുടെ രാസവസ്തുക്കൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു കെമിക്കലായിരിക്കും ഈ ആക്ഷൻ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് കെമിക്കൽസ് ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ മോഡേൺ മെഡിസിനിൽ നമ്മൾ ചെയ്യുന്നത് ആ ആവശ്യമുള്ള കെമിക്കലിനെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് അതിനെ പിന്നെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ആയിരക്കണക്കിന് കെമിക്കൽസ് ഉള്ള, അതും ആയുർവേദത്തിലൊക്കെ ഒരു ചെടിയല്ല ഉപയോഗിക്കുന്നത്, 15ഓളം ചെടികൾ ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് ഈ കഷായം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ലക്ഷക്കണക്കിന് രാസവസ്തുക്കൾ കാണും. അപ്പൊ ഇത് നമുക്ക് പരീക്ഷണം നടത്താൻ തന്നെ പ്രയാസമാണ്. ഈ 1 ലക്ഷം ഇതിൽ നിന്നും ഏത് കെമിക്കലാണ് ആക്ഷൻ ഉള്ളത്, എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് അറിയാനും അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വളരെ പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇതിന്റെ ആയുർവേദ മരുന്നുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കലിന് ആക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആയുർവേദ മരുന്നുകൾ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരേ സമയം ലക്ഷക്കണക്കിന് രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലോട്ട് കടത്തിവിട്ടാൽ നമ്മുടെ ലിവറിന് അത് ആക്ച്വലി മെറ്റബോളൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ ലിവറിന് കിട്ടുന്ന ലോഡ് വളരെ കൂടുതലാണ്, കിഡ്നിക്ക് എക്സ്ക്രീറ്റ് ചെയ്യേണ്ട സമയത്ത് കിട്ടുന്ന ലോഡും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പച്ചമരുന്ന് കഴിക്കുന്നവരിൽ ലിവർ ടോക്സിസിറ്റി, ലിവർ ഡാമേജും കിഡ്നി ഡാമേജും ഉള്ളത്. ഈ ഹെർബൽ ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി, ഹിലി, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരുപാട് പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടും.